ഞാനൊരു 40 വർഷത്തോളമായി കഞ്ചാവും മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ മദ്യപാനം നിർത്തി. അത് കഴിഞ്ഞ പിന്നെ 15 വർഷമാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഇത് 4 ഗ്രാം കഞ്ചാവുണ്ടല്ലോ, ഇത് എവിടെ നിന്ന് താങ്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചത്? എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് 2 കൊല്ലം മുമ്പ് എനിക്കൊരു ഫോൺ വരുന്നു. ഇതുമായിട്ട് നടക്കണ ആളുകളെ ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ട് റോളിങ് ചെയ്ത് വേറെ ആളുകളെ കൊടുക്കുന്നു. അവൻ്റെ വീട്ടിൽ അടുപ്പിൽ മര്യാദക്ക് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പകുതി പോലും അവർ വഹിക്കണ്ടാവില്ല. ക്യാരിയർമാരും ഒരാളെ പിടിക്കപ്പെടില്ല. പോലീസുകാരും ഇതിൻ്റെ കണക്ക് പറഞ്ഞ് കാശ് വീട്ടിൽ പോയി മേടിക്കണ്ടാവില്ല. നിന്നെ ഞാൻ കള്ള ലഹരി കേസിൽ പെടുത്തും. അങ്ങനെ പെടുത്താതിരിക്കാനായിട്ട് എനിക്ക് വേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ആവശ്യപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരള സംസ്ഥാനത്തിലുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അതാണ് എറണാകുളത്തുള്ള എളമക്കരയിലെ ഗ്രേഡ് SI ആയിട്ടുള്ള മുജീബ് റഹ്മാനെതിരെയാണ് ഒരു യുവതി ഡോക്ടർ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഒളിവിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. താങ്കൾക്കും അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇത്തരത്തില് പോലീസ് ഉദ്യോഗസ്ഥര് സമീപിക്കുന്നതിന് എനിക്ക് അവര് പാരിതോഷികം എനിക്ക് ഇങ്ങോട്ട് തരെയാണ്. എൻ്റെ അടുത്ത് അങ്ങോട്ട് ആവശ്യപ്പെടല്ല, തിരിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലഹരി വിപണന രംഗത്ത് അതിന് വളമേകുന്ന എക്സൈസും പോലീസുമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കാരണം നികത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിലുള്ളൊരു വസ്തു, ഞാൻ ആലുവയിൽ വർഷങ്ങളായിട്ട് അനൗൺസ്മെൻറ്റ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 40 വർഷത്തോളമായി അനൗൺസ്മെൻറ്റ് രംഗത്ത് എല്ലാ പാർട്ടികളുടെയും എല്ലാ കടകളുടെ അനൗൺസ്മെൻറ്റ് റെക്കോർഡിങ്ങും അതേപോലെ ഒരുപാട് അനൗൺസ്മെൻറ്റ് രംഗവുമായി എല്ലാ സൗണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. എല്ലാ മിക്ക ആളുകളും അറിയുന്നതാണ്. ഞാനൊരു 40 വർഷത്തോളമായി കഞ്ചാവും മദ്യപാനവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. 15 വർഷം മുമ്പ് ഞാൻ അഡിക്ഷൻ സെൻ്ററിൽ ചെന്ന് ചികിത്സയിലൂടെ എൻ്റെ മദ്യപാനം അവസാനിപ്പിച്ചതിൽ പിന്നെയുള്ള 15 വർഷമാണ് ഈ 60 വയസ്സ് തികയുന്ന ഞാൻ 59ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ 15 വർഷമാണ് ഞാൻ ജീവിച്ചത്. ബാക്കിയുള്ള വർഷങ്ങൾ ജീവിച്ചു. 200 രൂപ കിട്ടുന്ന സമയത്ത് 1000 രൂപ എനിക്ക് കിട്ടണ്ടായി. ഞാൻ പണിയെടുക്കണ്ടായി, ഞാൻ ജീവിക്കുന്നുണ്ടായി, എനിക്ക് കുടുംബം ഉണ്ടായി, പിള്ളേരും ഉണ്ടായി, ഒക്കെ ഉണ്ടായി. പക്ഷേ അത് എവിടെയാണ് ഞാൻ പോയത്, എന്തൊക്കെയാണ് വർക്ക് ചെയ്തത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഓർമ്മയില്ല. കാര്യം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു ഞാൻ. 5 വർഷം മുമ്പ് അഡിക്ഷൻ സെൻ്ററിൽ പൈങ്കുളത്ത് പോയി കിടന്ന് ചികിത്സിച്ച് അത് നിർത്തിയതിൽ പിന്നെ ഞാൻ മദ്യപാനം നിർത്തി. അത് കഴിഞ്ഞ പിന്നെ 15 വർഷമാണ് എൻ്റെ ജീവിതം ഉണ്ടായേക്കണേ. എനിക്ക് ഓർമ്മയുള്ള ജീവിതം അതിൽ പിന്നെയുള്ള 5 വർഷമുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് 2 കൊല്ലം മുമ്പുണ്ടായ ഒരു അനുഭവം, ഇപ്പം അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. 2 കൊല്ലം മുമ്പ് എനിക്കൊരു ഫോൺ വരുന്നു. ഒരു അനൗൺസ്മെൻറ്റ് ബുക്ക് ചെയ്യാനാണ്, എവിടെ ഉണ്ടാവും? ഞാൻ പറഞ്ഞു ഇന്ന സ്റ്റാളിലാണ്, ഞാനിവിടെ ഉണ്ടാവും. വന്ന് കാണാം. 2 പേര് വന്നിട്ട് പറഞ്ഞു, ഞാൻ അനൗൺസ്മെൻറ്റ് ബുക്ക് ചെയ്യാൻ വന്നതല്ല, ഞാൻ താങ്കളെ അന്വേഷിച്ച് വന്ന ഒരു എക്സൈസുകാരനാണ്. ആയിക്കോട്ടെ, എൻ്റെ പേര് എക്സൈസ് ഇൻസ്പെക്ടറാണ്. പേര് പറഞ്ഞില്ല, പേരൊക്കെ പിന്നെ എടുത്ത് അതിലേക്ക് വരാം. അല്ല, അവരെന്തിനാണ് അവര് എന്റെ കാര്യം പറഞ്ഞു വരാം. എന്നെ അന്വേഷിച്ച് പറഞ്ഞതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്നെ അറിയും, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് അറിയാം. പക്ഷെ എന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുള്ളൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ നാട്ടുകാരും എൻ്റെ പോലീസ് എക്സൈസ് ഒക്കെ തന്നേണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരും കഞ്ചാവ് വലിക്കൂല, ഞാൻ ആരോടും കഞ്ചാവ് വലിക്കൂല, എനിക്ക് കഞ്ചാവ് വിപണനമില്ല, ഞാൻ ഒരാൾക്കും ഒരു വീടിക്ക് കഞ്ചാവ് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ നിന്ന് മേടിക്കുക അല്ലെങ്കിൽ പൊതി കൊടുക്കുക, ആ പരിപാടിക്ക് ഞാൻ നിൽക്കൂല. ഇടപാട് എനിക്കില്ല. ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കും, ഞാൻ എൻ്റെ ആവശ്യത്തിന് വലിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കാര്യം നോക്കി എടുക്കണം. അവന് വേറെ ഇടപാടൊന്നുമില്ല. അത് എല്ലാ എക്സൈസുകാർക്കും പോലീസ് അറിയാത്തതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വരാറില്ല. ഇത് വേറൊരു സ്ഥലത്ത് എൻ്റെ അടുത്ത പ്രദേശത്തുള്ള അന്ന് കാലടിയിലെ SI ആയിരുന്നു, പേരൊന്നും നമ്മൾ പറയാനുള്ള ആള് വിരമിച്ച് പോയി. ആള് എൻ്റെ അടുത്ത് വന്ന് പറയണത്, ഞാൻ കുറച്ച് കച്ചവടക്കാരെ കൊടുക്കണം, കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം, അവരുടെ അടുത്തുനിന്ന് ഞാൻ പൊതി മേടിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുക്കണം. അവർക്ക് കഞ്ചാവ് കച്ചവടക്കാരെ കിട്ടണം, അതിന് ഞാൻ ഇടനില വെക്കണം. അതാണ് ഇത്. നേരെ തിരിച്ചാണ്. പകരം ഞാൻ കഞ്ചാവ് കച്ചവടക്കാരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് എനിക്ക് തരാമെന്ന്.
അവരുടെ കയ്യിൽ നിന്ന് കാശ് ഉണ്ടാവുമല്ലോ, കഞ്ചാവ് വിറ്റ കാശ്, ആ കാശ് മൊത്തം എനിക്ക് തരും. അവർക്ക് ആളെ കിട്ടിയാൽ മതി. ചെയ്യേണ്ടത് കുറച്ച് വിൽപ്പനക്കാരെ മുട്ടിച്ചു കൊടുക്കണം. ഇവരെ കേസിൽപ്പെടുത്തി കൊടുക്കണം. അവർക്ക് ആളെ കിട്ടണം. ഒന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാവില്ല. കാര്യം അവര് ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാര് കണ്ണിക്കട്ട ക്രിമിനലുകളൊക്കെയാണ്. അവരെ കയ്യിൽ കത്തിയും കടാരിയൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ കത്തിയുടെ മുനക്കേരാവേണ്ട കാര്യമില്ലല്ലോ. ഞാനെന്തിനാ അവനെ ഇട്ടിരുന്നതുകൊണ്ട് ഞാൻ അവര് നീ എന്നല്ല എന്നെ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞ് എന്റെ പുറകെ കത്തിയായിട്ട് എടുക്കും. അപ്പൊ അതൊന്നും നടപടിയില്ലാത്ത കേസാണ്. അപ്പൊ പിന്നെ പറയുന്നത് എന്നെ കൊടുക്കും. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നിക്കൽ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നെ കൊടുക്കും. സാധനം വെച്ച് കൊടുക്കും എന്ന് പറയണേ. സാധനം എന്റെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ ഞാൻ കൊടുക്കും. ഞങ്ങൾക്ക് ആളെ മതി. ഞാൻ പറഞ്ഞാൽ ആ നടപടിയില്ല. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ രണ്ടുപേരെ വിളിച്ചു വരുത്തും. അത് കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകും. എൻ്റെ കയ്യിലുള്ള ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. കേസാണെങ്കിൽ കേസ് എടുത്തും. എൻ്റെ കൂടെ പഠിച്ച വക്കീലന്മാരുണ്ട്, ഞാൻ അവരുണ്ട്, ഞാൻ ജാമ്യത്തിലിറങ്ങും. അപ്പൊ അത് നടപടിയില്ല. ഇവരെന്നോട് പറയണേ നമുക്ക് ഇതൊരു ഡീലിങ്ങിൽ പോകണം. ഞാൻ ലാഭമുള്ളൊരു പരിപാടി ഉണ്ട്. ആ ലാഭമുള്ള പരിപാടി എന്താ അറിയോ? 1/2 കിലോ കഞ്ചാവ് എനിക്ക് ഇവർ കൊണ്ടുവന്ന് തരും. അതിൽ 1/4 കിലോ കഞ്ചാവ് ഇട്ടിട്ട് ഉള്ളവന്റെ മക്കൾ, അത് പ്രത്യേകിച്ച് പറയണം, പൈസയുള്ളവന്റെ മക്കളാണ്, വാഹനങ്ങളൊക്കെ ആയിട്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ നടക്കുന്ന 2 പിള്ളേരാ 1/4 കിലോ കഞ്ചാവ് വെച്ചിട്ട് ഞാൻ ഇട്ട് തുടങ്ങണം. 50,000 രൂപ എനിക്ക് തരും. 50,000 രൂപ എനിക്ക് തരും. എങ്ങനെ? 50,000 രൂപ എനിക്ക് തരും. എന്നിട്ട് പറയാം ഇട്ട് കൊടുത്താൽ മതി. ഈ 50,000 രൂപ എനിക്ക് തന്നത് എൻ്റെ കയ്യിൽ നിന്നോ ഇവന്റെ കയ്യിൽ നിന്നോ എൻ്റെ കുടുംബത്തിൽ നിന്നോ എടുത്തല്ല തന്നത് 2 പിള്ളേരുടെ കാരണന്മാരെ ഇവർ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. 1 ലക്ഷം രൂപ തന്ന പിള്ളേരെ കൊണ്ടുപോവാന്ന് പറയാണ്. ഇല്ലെങ്കിൽ നാളെ പത്രത്തിൽ ഫോട്ടോ ഉൾപ്പെടെ കുടുംബ പേരുൾപ്പെടെ ഫോട്ടോ വരും എന്ന് പറയാണ്. കെട്ടുതാലി വിറ്റിട്ടാണെങ്കിലും അവൻ പണം കൊണ്ടുവരും. 2 ലക്ഷം രൂപ 2 പിള്ളേരുടെ 50,000 രൂപ എനിക്ക് തരും. വീണ്ടും 1/2 കിലോ സാധനം എനിക്ക് തരും. 1/4 കിലോ ഇട്ട് കൊടുത്തോ, 1/4 കിലോ ഞാൻ എന്തുകൊണ്ടെങ്കിലും ചെയ്തോ, 1/4 കിലോ ഞാൻ ഇത് എന്തുകൊണ്ടെങ്കിലും ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? 5,000 രൂപക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സാധനം ഇവിടെ 20,000 രൂപ വില. 5 രൂപക്ക് 1/4 കിലോ എനിക്ക് തരുമ്പോൾ 10 ഗ്രാം വെച്ച് ഒരു 10 ഗ്രാമിൻ്റെ ഒരു പൊതിക്ക് 500 രൂപ. 1/4 കിലോ സാധനം ഞാൻ കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് 12,500 രൂപ. ഈ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ 2 പിള്ളേരെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ചെയ്യണത് ഈ പിള്ളേരെ വെച്ചാണ്. പിന്നെ എന്റെ ആവശ്യമില്ല. ആ പിള്ളേരെ പേടിപ്പിച്ചുകൊണ്ട് പിന്നെ എന്റെ ആവശ്യമില്ല. ഞാനിപ്പോ 2 പിള്ളേരെ കൊടുത്ത് എനിക്ക് 50,000 രൂപ തന്നു. ഈ 2 പിള്ളേരെ ഇവര് വിടുമ്പോ പറയണത് അതെ കേസിൽ നിന്ന് ഊരി വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോ കാണോട്ടാ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ ചെയ്ത പണി അവരുടെ അടുത്ത് ചെയ്യാണ്. അവർക്ക് കഞ്ചാവ് 1/4 കിലോ കൊടുക്കുകയാണ്. അടുത്ത 2 പിള്ളേരെ ഇട്ട് കൊടുക്കാൻ പറയാണ്. ഇവര് പൈസ ഇങ്ങനെ പിരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വളർത്തുന്നതാരാ? ഇവര് തന്നെയാണ് വളർത്തണേ. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള സംഗതികൾ ഇവർക്ക് ആളെ കിട്ടണം, വിൽക്കാൻ, കൈവശം വെക്കാൻ, അതോടൊപ്പം തന്നെ അത് വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം പാലിക്കേണ്ട അത് ചെയ്യേണ്ടവരാണ് എന്ത് ചെയ്യുന്നത്? പൈസക്ക് വേണ്ടി കൊടുക്കും എന്ന് പറഞ്ഞ ആളുകൾ കൊടുക്കുന്നു. അതോടൊപ്പം വേറെ ആളുകളെ ഇട്ട് കൊടുക്കാൻ, ഇവർക്ക് കേസിൽ പ്രതികളെ വേണം, ഇവർക്ക് ഗ്രേഡ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതുമായിട്ട് നടക്കണ ആളുകളെ ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ട് റോളിങ് ചെയ്ത് വേറെ ആളുകളെ കൊടുക്കുന്നു. അതുകൊണ്ട് ഇത് ബിസിനസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകരും നാട്ടുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പിന്നെ ഈ നാട്ടിൽ നിന്ന് ഒരു കാരണവശാലും പരിപൂർണമായിട്ട് ഡ്രഗ് സപ്ലൈ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഇതിനെതിരെ ആരാണോ പ്രവർത്തിക്കേണ്ടത് അവർക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡ്രഗിൻ്റെ ഇല്ലായ്മ പരിപൂർണമായിട്ടും ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുമെന്നൊക്കെ ആരെങ്കിലും മനക്കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ വിഡ്ഢിത്തരമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്ന ഈ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. തുടർന്നോളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇപ്പൊ ഞാൻ ഈ 42 വർഷമായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പേരിൽ ആലുവ സ്റ്റേഷനിലോ ഒരു പരിസരത്തോ ഒരു കേസിലോ ഒരു കഞ്ചാവ് കേസ് പോലും അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് കേസ് പോലും എൻ്റെ പേരിൽ ഇന്ന് വരെ ഇല്ല.
അല്ലാത്ത കേസുകൾ 307 അങ്ങനെയുള്ള കേസുകളൊക്കെ, കുറച്ച് കേസുകളൊക്കെ ഈ മദ്യം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെന്നുള്ള ആ സമയത്തും കഞ്ചാവ് കേസ് എനിക്കില്ല. പക്ഷേ ഒരാഴ്ച മുമ്പ് ഒരു കേസ് ഉണ്ട് എനിക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിവരങ്ങൾ പല മീഡിയകളിലും പല ഫേസ്ബുക്കിലും ഒക്കെ ഇത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്നെ ട്രേസ് ചെയ്യുന്നുണ്ട് ഒരു വിഭാഗം. ഫേസ്ബുക്കിൽ എന്താ പറഞ്ഞേ? ഫേസ്ബുക്കിൽ ഞാൻ ഈ വിഷയങ്ങൾ ഞാൻ ഒരു തവണ വേറെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നേടാ, ഞാനിത് പരസ്യമായി അവതരിപ്പിച്ച് അത് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വന്ന് അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് ആ സമയത്ത്. എക്സൈസ് ഓഫീസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു തന്നിട്ട് എന്റെ പല എക്സൈസ് ഓഫീസിൽ നിന്ന് വിളിച്ചു. അത് ആരാണ്, എന്താണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. ഞാൻ പറഞ്ഞ ആള് റിട്ടയർ ആയിട്ട് പോയി. എൻ്റെ അടുത്ത് വന്ന് കായും കാലൊക്കെ പിടിച്ച് ഒന്നും ചെയ്യരുത്, ഇതാക്കരുത്, പബ്ലിഷ് ആക്കരുത്, ഞാൻ 5-6 മാസം കൂടിയുള്ളൂ എനിക്ക് റിട്ടയർഡ് ആവാൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് തന്നെ കൈയും കാലൊക്കെ പിടിച്ച്. പിന്നെ ഞാനത് പബ്ലിഷ് ചെയ്യാണ്ട് തന്നെ അത് നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ ശേഖരിച്ച് തന്നെ വെച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ആരാന്നൊക്കെ ചോദിച്ചാൽ എന്നെ പലവരും വിളിച്ചെങ്കിലും നമ്മൾ ആ അവസ്ഥയ്ക്ക് തിരിയുള്ളൂ. അതുപോട്ടെ. ഇപ്പൊ ഇതിനെ ട്രേസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള കാരണം, ആലുവ കേന്ദ്രീകരിച്ച് സ്ക്വാഡിൽപ്പെട്ട കുറച്ച് ആളുകൾ, ഞാൻ വ്യക്തമായിട്ട് ഇപ്പൊ പേര് പറയേണ്ട അവസ്ഥ വന്നാൽ ഞാൻ പറയുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അവര് റോമിംഗ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. 24 മണിക്കൂറും മയക്കുമരുന്നിനെതിരെയുള്ള ഇവരുടെ ഒരു സ്ക്വാഡ്. 24 മണിക്കൂറിനുള്ളിൽ ഇത്ര കേസ് ഉണ്ടായിക്കൊള്ളണമെന്നാണ്. ഇത്ര കേസ് ഉണ്ടാവണം. ആരെങ്കിലൊക്കെ പെടുത്തും. എന്നെ പെടുത്തി. എന്നെ ഈ കഴിഞ്ഞ റോമിംഗ് ദിവസം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്റെ വണ്ടി കിടക്കണോടത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അതെ, ഇന്ന് റോമിംഗ് ഡേ ആണ്. ഞങ്ങൾ ഒരു തർക്കമൊക്കെ ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. സ്റ്റേഷൻ വരെ വന്നിട്ട് വലിക്കുന്നതായിട്ട് ഒരു കേസ് ചാർജ് ചെയ്തു. ഞാൻ വലിച്ചത് ഇവര് പിടിച്ചു. ഞാനപ്പോ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കണേ, പക്ഷെ ഇവര് പറയണ കഞ്ചാവാണ്. വലിച്ചതായിട്ട് ഒരു കേസ് ചാർജ് ചെയ്തിട്ട് പോരും. അല്ല, പക്ഷെ താങ്കള് വലിക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയാണെന്ന് ഫേസ്ബുക്കിൽ പോലും കിടക്കല്ലേ. ഞാൻ വലിക്കുന്ന ഒരാളാണെന്നുള്ള പറഞ്ഞ് ഫേസ്ബുക്കിൽ പോലും കിടക്കണം. അപ്പൊ എന്നെ ഇവര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് അത് ഞാൻ അറിയുന്ന സ്കോഡിൽപ്പെട്ട പേരിപ്പോ ഞാൻ പറയേണ്ട അവസ്ഥ വന്ന് ഞാൻ പറയും. അവര് നേരിട്ട് ജീപ്പ് വിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. എൻ്റെ മക്കൾ വന്ന്, എനിക്ക് അനിയന്മാരുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാറുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഞ്ചാവ് വലിക്കാറുണ്ടായില്ല. അപ്പോൾ അവര് വന്നു കഴിഞ്ഞപ്പോ അവരെ ജാമ്യത്തിൽ വിട്ട് ഒരു കേസ് ചാർജ് ചെയ്തു. ഓക്കെ, കേസ് ചാർജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ എഴുതിയെടുക്കണോടത്ത് ചെന്നപ്പോ 4 ഗ്രാം കഞ്ചാവുണ്ട്. തൂക്കാണ് എൻ്റെ മുമ്പിൽ വെച്ച്. ഒരു ബാങ്കിൽ കൊന്ന് തൂക്കുണ്ട്. ഇത് 4 ഗ്രാം കഞ്ചാവുണ്ടല്ലോ, ഇത് എവിടെ നിന്നാ താങ്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചത്? താങ്കളെ കേസ് ചാർജ് ചെയ്യാൻ വരുമ്പോൾ മറ്റൊരു തന്നേക്കുന്നതാണ് 4 ഗ്രാം കഞ്ചാവ്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉണ്ടായില്ലല്ലോ. താങ്കളുടെ കയ്യിൽ ഉണ്ടായില്ലേ? താങ്കളുടെ കയ്യിൽ നിന്ന് ഉണ്ടായതാണ്. ഇതിപ്പോ 4 ഗ്രാം വെച്ച് ചാർജ് ചെയ്ത 10,000 രൂപ ഫൈൻ അടച്ചാൽ മതി, അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും. എന്നെ മേടിപ്പിക്കാണ്. 4 ഗ്രാം കഞ്ചാവ് വെച്ചാൽ 10,000 രൂപ ഫൈൻ അടച്ചാൽ മതി, അല്ലെങ്കിൽ 1 കൊല്ലം ജയിലിൽ കിടക്കണം. അത് 8 ഗ്രാമായ. അപ്പൊ ഈ 4 ഗ്രാം ചാർജ് ചെയ്തോട്ടെന്ന്. ഞാൻ രാത്രിയാണ് വീട്ടിൽ പോകണം. ഞാൻ അവിടെ നിന്ന് പിന്നെ സമ്മതിക്കാണ്ട് വന്ന പിന്നെ കോടതിയിൽ പോകണം. ഞാനത് ചാർജ് ചെയ്ത് ഞാൻ പിള്ളേരെ ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷേ ഞാൻ ഇവരെ കൊടുക്കാനോ തീരുമാനിച്ചു. എൻ്റെ പേരിൽ ഇന്ന് ഒരു കേസില്ല. ഞാനിങ്ങനെ ഒരു കേസ് കിട്ടിയത് അനുഗ്രഹാഗ്യൊക്കെയാണ്. കാര്യം ഞാൻ കുറ്റം സമ്മതിക്കൂല. കോടതി എന്നെ വിളിക്കൂലോ, ഞാൻ കുറ്റം സമ്മതിക്കൂല. കുറ്റം സമ്മതിക്കില്ല. കാര്യം എന്താ, എൻ്റെ കയ്യിൽ ഇതുണ്ടായില്ല. പിന്നെ അവര് വരണ്ടേ, പിന്നെ എന്നെ പിടിച്ചവര് വരണ്ടേ? വരാണ്ട് പറ്റൂല. ഞാനിവരെ 5-6 കൊല്ലം അവിടെ കയറ്റിറക്കും. ഇവരെ 5-6 കൊല്ലം ഞാനവിടെ കയറ്റിറക്കും. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഞാൻ വിടും പുറത്തേക്ക്. ഈ ഫേസ്ബുക്കിൽ ഞാൻ ഈ പണ്ട് ഇവര് എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞതും കുടിക്ക് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ കോടതിയിൽ ഹാജരാക്കും. അപ്പൊ ഈ റോമിംഗ് ഡേക്ക് എന്നെ കുടിക്കിയത് എന്താന്നുള്ള വ്യക്തമാവൂലേ? അപ്പൊ ഇത് എവിടുന്ന് കിട്ടി? അതിന്റെ ഇടയിൽ അന്ന് കുറെ MDMA പിടിച്ചിട്ടുണ്ട് പിള്ളേരുടെ കയ്യിൽ, ചെറിയൊരു ബാഗ്. അതിന്റെ ഇടയിൽ ഒരു പോലീസുകാരൻ അവിടെ നിന്നിട്ട് പറയേ, ആ MDMA കൂടി അവിടെ വെച്ചോടുക്കാൻ എൻ്റെ തലയിലേക്ക്. എങ്ങനെ? ആ MDMA കൂടി അവന്റെ തലയിലേക്കാണ് വെച്ചോളാൻ. അപ്പൊ വേറെ പോലീസുകാരൻ പറയണേ, അത് ഏക്കൂല, അന്ന് അവന് ഉപയോഗിക്കൂല. MDMA കൂടി എന്റെ തലയിൽ വെച്ച് ഏക്കൂല, അന്ന് അവന് ഉപയോഗിക്കൂല. എല്ലാം പറയാം. എങ്ങനെയുണ്ട്?
അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഇത് വേലി തന്നെ വിളവ് തന്നെയാണ്. ഈ കുറച്ചുപേരെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലോ, ആ പിടിച്ചു കൊടുക്കാത്തതിന്റെ വൈരാഗ്യമാണോ? ആണല്ലോ. ഈ പിടിച്ചു കൊടുക്കാത്തതിന്റെ വൈരാഗ്യം. പുള്ളി പറഞ്ഞ ആളൊക്കെ പോയി, പുള്ളൊക്കെ റിട്ടയർഡായിട്ട് പോയി. പക്ഷെ ഈ പിടിച്ചു കൊടുക്കാത്തതിന്റെ വൈരാഗ്യമല്ല. ഞാൻ ഇത് അവതരിപ്പിച്ച് പല വേദികളിലും അവതരിപ്പിച്ച്, ഞാൻ ഫേസ്ബുക്കിൽ ഇത് ഭയങ്കര വൈറലായിട്ടൊക്കെ വന്നൊരു സമയത്ത് ഞാൻ ഇത് പറഞ്ഞതൊക്കെ. അതേപോലെ ഇതൊരു ഇന്റർവ്യൂ ഉണ്ടായി എനിക്ക് ഇതിനു മുമ്പ് ഒരു ചാനലിന്റെ ന്യൂസ് കേരള ടുഡേ എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞു. അപ്പൊ ആ ഇന്റർവ്യൂവിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ ടാർഗറ്റ് ചെയ്തു. എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ ശരിക്കും അറിയാവുന്ന സ്ക്വാഡുകളാണ് എന്നെ ഇത് അന്ന് റോമീഡിയയിൽ പിടിച്ചേക്കണം. എന്നെ അറിയാവുന്ന സ്ക്വാഡുകള്, എന്റെ വീടിന്റെ അടുത്തുള്ളവര്, ഡെയിലി ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോണവര്, അവരാണ് നമുക്ക് ഈ പണി തന്നേക്കണേ. അപ്പൊ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഈ ഓഫറൊക്കെ പിള്ളേർക്ക് കൊടുത്ത് അവര് വീഴല്ലേ, അവര് വീണു പോകൂലേ. അവര് പിന്നെ ഇതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ അറിയുള്ളല്ലോ. ഇതുകൊണ്ട് പിന്നെ ഉള്ള ഭവിഷ്യത്തുകൾ അറിയണല്ലോ. ഇവര് എന്നെ കൊണ്ട് ഈ പിള്ളേരെ പിടിക്കുന്നു. ഈ പിള്ളേരെ വെച്ച് പിന്നെ വേറെ പിള്ളേർക്ക് പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. റോൾ ചെയ്ത് പോയിട്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് 1-2 പിള്ളേരെ പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പിള്ളേരെ, ഈ പിള്ളേരുടെ പറയണത് എന്താ, നിങ്ങളെ കേസിൽ പിടിത്തില്ലാട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, പോലീസുകാർക്കും ജീവിക്കണ്ടേ? പോലീസുകാർക്കും ജീവിക്കണം. നമ്മളെ പല ആളുകളും മാന്യന്മാരും ശുദ്ധന്മാരും ഒരു കുറ്റവും ചെയ്യാത്ത പഞ്ചപാവങ്ങളുമായിട്ട് നാട്ടുകാര് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പോലീസുകാരെങ്ങനെയാണ് ജീവിക്കുക? അവർക്ക് പണിയെടുത്ത് ജീവിക്കണ്ടേ? അതെ, പണിയെടുത്ത് ജീവിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മയക്കുമരുന്ന് എന്ന് പറഞ്ഞ ഒരു മയക്കുമരുന്നും ആരും ഉപയോഗിച്ചാലും എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം പറയട്ടെ, 3 രൂപക്ക് കഞ്ചാവ് മേടിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. 10 ഗ്രാം 3 രൂപക്ക്. ഇന്ന് ആ 10 ഗ്രാം 500 രൂപയാണ്. മനസ്സിലാവണ്ട, 500 രൂപയാണ്. 5000 രൂപക്ക് 1 കിലോ കഞ്ചാവ് മേടിക്കണ വ്യക്തി 10 ഗ്രാം വെച്ച് 25 പൊതി 12,500 രൂപ വച്ച് വിൽക്കുകയാണ്. 5000 രൂപയുടെ കഞ്ചാവ് മേടിച്ചാൽ 25 പൊതി വിൽക്കാൻ കഞ്ചാവ് കച്ചവടക്കാരന് 2 മണിക്കൂർ മതി. മനസ്സിലാവണ്ട, 2 മണിക്കൂർ കൊണ്ട് 25,000 രൂപ 12,500 രൂപ വിൽക്കണം. 5000 രൂപക്ക് മേടിക്കുന്ന സാധനത്തിന്. ഇന്നും അന്നും 3 രൂപക്ക് കഞ്ചാവ് കച്ചവടം ചെയ്യുമ്പോഴും 500 രൂപക്ക് കഞ്ചാവ് കച്ചവടം ചെയ്യുമ്പോഴും ഈ ചെയ്യവണ്ണവന്റെ വീട്ടിലുണ്ടല്ല, ഇരിക്കാൻ ഒരു കസേര പോലും ഉണ്ടാവില്ല. അവന്റെ വീട്ടില് അടുപ്പിൽ മര്യാദക്ക് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ പകുതി പോലും അവിടെ വയ്ക്കണ്ടാവില്ല. ഈ മാതിരി കാശ് കിട്ടിയിട്ടാണ് ഈ പറയണ. കാരണം എന്താ അറിയോ, അവനിക്ക് ഇനി 25 കൊല്ലം ജീവിച്ചാലും അവനിക്ക് നടത്തി പോകാനുള്ള കേസുകളുണ്ടാവും. അവൻ മരിച്ചു പോയാലും തീരാത്ത അത്ര കേസുകൾ ഉണ്ടാവും. അവൻ ഇപ്പൊ വിൽക്കുന്നത് 2 ദിവസം കഴിയുമ്പോ വക്കീലിലെ ആൾക്കാർ വിളിക്കാതെ മറ്റന്നാൾ കേസാണ്ടാ, ഒരു 10,000 രൂപ അവിടെ കൊടുക്കാനുണ്ടാവുള്ളൂ. വീട്ടിലേക്കൊന്നും മേടിക്കാനുണ്ടാവില്ല. ഇന്നും അന്നും ഈ 3 രൂപക്ക് കഞ്ചാവ് വിൽക്കണവൻ ഇന്ന് 500 രൂപക്ക് കഞ്ചാവ് വെക്കുന്ന സമയത്തും ഞാനറിയാവുന്ന ഒരുപാട് കഞ്ചാവ് കച്ചവടക്കാരുണ്ട്. ഒരാൾക്കും ഒരു ഗതിയില്ല, ഒരു പരഗതിയുമില്ല. പലവർക്കും കുടുംബമില്ല, പലവർക്കും കുടുംബിനികളില്ല, പലവർക്കും മക്കളും കുടുംബ ബന്ധങ്ങളില്ല. കേരളത്തിലേക്ക് കഞ്ചാവ് വരുന്ന എവിടെ നിന്നാ? കഞ്ചാവ് പ്രധാനമായിട്ട് ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന്. വടക്കേ ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്. കേരളത്തിലെ തമിഴ്നാട് കഞ്ചാവ് കേരളത്തിൽ കിട്ടൂല. അതൊക്കെ പുറം ലോകത്തേക്ക് പോടും. ഇവിടെ വന്നത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒപ്പം തമിഴ്നാട്ടിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ പ്രധാനമായിട്ടും റോഡ് വഴിയാ ട്രെയിൻ വഴിയാണ് കൂടുതൽ എല്ലാ ഇടപാടുകളും ട്രെയിൻ വഴിയാണ് നടക്കുന്നത്. റോഡ് വഴി വളരെ ചുരുക്കമായി, ട്രെയിൻ വഴിയാണ്. പിന്നെ കാറുകൾ, സ്വകാര്യ വാഹനങ്ങൾ. ഇത് ഏറ്റവും വലിയ 10-15 വയസ്സായ പിള്ളേരിന് ചെയ്യിക്കല്. ഇപ്പൊ ഇതുമായിട്ട് നടക്കണമെങ്കിൽ ഇതുമായിട്ട് കൊണ്ടുപോകണം. 10-15 വയസ്സായ പിള്ളേരെ ഒരു പെൺപിള്ളേനും ഒരു ആൺപിള്ളേനും ഒരു കൂട്ടി 2 വ്യാപം കൊടുത്തു, കുറച്ച് സാധനം കൊടുത്തു, കാശും കൊടുത്താണ്ട് വിട്ട അവന് ഇത് എത്തിക്കണം. അല്ലാണ്ട് ഇവര് ഇതിന്റെ പുറകെ നടന്ന് എന്നിട്ട് ഇവര് പിടിക്കപ്പെട്ട അവരുടെ പുറകെ വക്കീല് കാശ് കൊടുത്ത് അവരിറക്കാൻ തുടങ്ങും. പിന്നെ ഇത് തന്നെ തൊഴിൽ. അല്ലാണ്ട് ഇതിന്റെ ക്യാരിയറുകളൊന്നും പിടിക്കപ്പെടില്ല.
ഇതിലെ മെയിൻ ആൾക്കാരെ പിടിക്കപ്പെടുന്നില്ല. ഒരാളും പിടിക്കപ്പെടില്ല. അത് അവരുടെ ഈ പോലീസുകാരും എക്സൈസുകാരും കാശ് മേടിച്ച് വീട്ടിൽ പോയി കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നുണ്ട്. എക്സൈസുകാരും പോലീസുകാരും ഇതിന്റെ കണക്ക് പറഞ്ഞ് കാശ് വീട്ടിൽ പോയി മേടിക്കണ്ടവരാ എന്നല്ലാണ്ട് ക്യാരിയർമാരും ഒരാളും പിടിക്കപ്പെടില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കേണ്ട, മൊത്തത്തിൽ ഇല്ലാതാക്കേണ്ട വകുപ്പുകൾ തന്നെയാണ് അതെ 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 അവരെ ഈ നാട്ടിൽ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതെ, ക്യാരിയർമാരെ നിലനിർത്തിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെ ഇതിന് കുടുക്കിക്കൊണ്ട് ഇവർക്ക് മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു, കുറെ ആളെ പിടിച്ചു, കുറച്ച് രേഖ ഉണ്ടാക്കുക, കുറച്ച് പേപ്പർ ഉണ്ടാക്കുക, ഇവർ തന്നെ പറ്റും പിന്നെ അടുത്ത ആളുകൾ ഉണ്ടാക്കുക. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാം. തീർച്ചയായിട്ടും കുറ്റകൃത്യം ഇല്ലാതാവുന്നില്ല, കുറ്റകൃത്യം തുടർന്നുകൊണ്ടിരിക്കും. കുറ്റകൃത്യം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇല്ല, ഒരു കാര്യം കൂടി പറയാൻ പറ്റില്ല. പോലീസ് എക്സൈസ് എല്ലാം കേടാണെന്ന് പറയാൻ പറ്റൂല. കേടുകളുണ്ട്, എല്ലാം കേടല്ല. പലരും നല്ല ആളുകളുണ്ട്. ഞാൻ പലവരും നല്ല ആൾക്കാരുണ്ട്. നമ്മളിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. ഒരു കുറ്റകൃത്യം ഇല്ലാത്ത ഒരു നാട്ടില് എന്തിനാണ് പോലീസുകാർ? അതെ, ഇത് കുറ്റകൃത്യം ഇത് ചെയ്യാതെ ഇത് അമർച്ച ചെയ്യേണ്ടവര് ആ കുറ്റകൃത്യത്തിന് കൊട പിടിച്ചുകൊണ്ട് അതിന് വളം വെച്ചു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഇല്ലാതാകില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും അത് തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.